ചാകാതിരിക്കാനുള്ള മത്സരം, ജീവിക്കാനുള്ള മത്സരം, ജീവിതം പ്രദർശിപ്പിക്കാനുള്ള മത്സരം, ജീവിക്കുകയാണെന്ന് കാണിക്കാനുള്ള മത്സരം, ആഘോഷിക്കാനുള്ള മത്സരം, പൈസയ്ക്കുള്ള മത്സരം, പേരെടുക്കാനുള്ള മത്സരം, പേര് പോകാതിരിക്കാനുള്ള മത്സരം, പദവിക്കുള്ള മത്സരം, അത് നിലനിർത്താനുള്ള മത്സരം, ഒന്നാമതെത്താനുള്ള മത്സരം, അവസാനമെത്താതിരിക്കാനുള്ള മത്സരം, വിട്ടുകൊടുക്കാതെ വെട്ടുപിടിച്ച് വളച്ചൊടിച്ച് ഗ്രസ്തമാക്കാനുള്ള മത്സരം, ഓട്ട മത്സരം, അറിവിൻ്റെ മത്സരം, ആരോഗ്യത്തിൻ്റെ മത്സരം, വിനോദത്തിൻ്റെ മത്സരം, ഉപദേശ മത്സരം, പ്രാർത്ഥനാ മത്സരം, ദൈവമാകാനുള്ള മത്സരം, യന്ത്രമാകാനുള്ള മത്സരം, മനുഷ്യൻ ആകാതിരിക്കാനുള്ള മത്സരം, പ്രകൃതിയോടും ദൈവത്തോടും മനുഷ്യനോടും ശാസ്ത്രത്തോടും സാങ്കേതിക വിദ്യയോടും മത്സരം, സമയത്തോട് മത്സരം, പരസ്പരം കല്ലെറിയുവാനും തല്ലുകൂടുവാനും യുദ്ധം ചെയ്യുവാനും കൊല്ലുവാനുമുള്ള മത്സരം, മനുഷ്യരുടെ, കുടുംബങ്ങളുടെ, സമൂഹത്തിൻ്റെ, സംസ്കാരങ്ങളുടെ, രാഷ്ട്രങ്ങളുടെ, രാഷ്ട്രീയത്തിൻ്റെ, മതങ്ങളുടെ, കച്ചവടങ്ങളുടെ, ലോകമാസകലം മത്സരം. മനുഷ്യൻ ഒരേ സമയം ഉൽപ്പന്നവും ഉപഭോക്താവും ചന്തയും എല്ലാമായി മാറുന്നു. ഞാൻ നിൽക്കാതെ ഓടേണ്ടത്, മത്സരിക്കാണ്ട് മറ്റാരുടെയൊക്കെയോ കച്ചവടതന്ത്രം. സത്യത്തിൽ ഞാനിന്ന് എനിക്ക് പോലും പരിചിതമായ പരിചിതമല്ലാത്ത ഒരാഘോഷം കൊണ്ടാടുന്നത്, ഒരു പുതിയ ഉടുപ്പെടുക്കുന്നത്, ഒരു സിനിമ പോലും കാണുന്നത്, ഒരു യാത്ര പോകുന്നത്, ഇനി ഇതിൻ്റെ എല്ലാം അപ്ഡേറ്റ് ഓൺലൈൻ ലോകത്തിൽ പരസ്യപ്പെടുത്തുന്നത്, ഒരു തരത്തിലല്ലെങ്കിൽ എല്ലാ തരത്തിലും എനിക്ക് വേണ്ടി എന്നതിനേക്കാൾ വേറെ ആർക്കൊക്കെയോ വേണ്ടിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനാര്, എൻ്റെ ജീവിതമെന്ത്? ജീവിക്കുകയാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു വലിയ മിഥ്യ. ആ മത്സരങ്ങളൊക്കെയാകാം ഒരു പരിധിവരെ തിരക്കുകൾ എന്ന മറ്റു പതിപ്പുകളായി മാറുന്നത്. ജീവിക്കാനുള്ള തിരക്ക്, ജീവിച്ചു കാണിക്കാനുള്ള തിരക്ക്, ജീവനം കൊണ്ടോടുന്ന തിരക്ക്, ജീവിതം എവിടെയും എത്തിക്കാനോടുന്ന തിരക്ക്, ജീവിക്കുകയാണെന്ന് സ്വയം വിശ്വസിപ്പിക്കാനോടുന്ന തിരക്ക്, ജീവിക്കുകയാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനോടുന്ന തിരക്ക്, ജീവിതത്തിലെ കടമകൾ നിറവേറ്റാനോടുന്ന തിരക്ക്, ജീവിതത്തിൻ്റെ നിറം കൂട്ടാൻ, മൂല്യം കൂട്ടാൻ, ഗുണം കൂട്ടാൻ, അർത്ഥം കൂട്ടാൻ, ആഘോഷം കൂട്ടാൻ, അങ്ങനെ തിരക്കോട് തിരക്ക്, ഓട്ടം കൊണ്ട് ഓട്ടം.